സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ട്രംപിന്റെ ഭീഷണി വകവയ്ക്കാതെ റഷ്യൻ എഞ്ചിനീയർമാർ ഇറാന്റെ ആണവ നിലയത്തിലേക്ക് പോവുകയാണ്. അതായത് ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അതിനിർണായക നീക്കം നടത്തുകയാണ് ഇറാനും പുടിനും. അതേസമയം ഇറാന്റെ മിന്നൽ നീക്കം ട്രംപിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ പുതിയ ആക്രമണങ്ങളിൽ തകർന്ന പാലങ്ങൾ മണിക്കൂറുകൾക്കകമാണ് ഇറാൻ പുനഃസ്ഥാപിച്ചത്. ഇക്കാര്യം വീഡിയോയിൽ വിശദമായി നമുക്ക് പരിശോധിക്കാം. ഇറാന്റെ ബുഷഹർ ആണവ നിലയത്തിലേക്കാണ് റഷ്യൻ എഞ്ചിനീയർമാർ വീണ്ടും വരുന്നത്. ഇതിനൊപ്പം ഇറാനും വെറുതെ ഇരിക്കുന്നില്ല. ആണവ കേന്ദ്രങ്ങളിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇറാൻ തുടങ്ങിയെന്ന് സൂചന നൽകുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഈ ചിത്രങ്ങൾ ഇറാന്റെ രഹസ്യ തന്ത്രങ്ങളായിരിക്കാനാണ് സാധ്യതയെന്നാണ് മറ്റൊരു വിലയിരുത്തൽ. ഇതാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പുടിന്റെ പുതിയ തീരുമാനം അതിനിർണായകമാകുന്നത് ഇറാനെ ഇനിയും ആക്രമിക്കുമെന്ന ട്രംപിന്റെ ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ടാണ്. എന്തു വന്നാലും ഇറാനുമായി ആണവ പദ്ധതികൾ തുടരാനാണ് റഷ്യ തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് പുടിന്റെ ഈ പുതിയ നീക്കത്തിലൂടെ അർത്ഥമാക്കേണ്ടത്. അമേരിക്ക തുടർച്ചയായി ലക്ഷ്യമിടുന്ന ബുഷഹർ നിലയത്തിലേക്ക് വീണ്ടും സംഘത്തെ അയക്കുന്നതിൽ പുടിന് ചില വ്യക്തമായ ലക്ഷ്യങ്ങളുമുണ്ട്. അതും വിശദമായി ഈ വീഡിയോയിൽ പറയാം. ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചൈന പസഫിക് മേഖലയിൽ നടത്തിയ സബ്മറൈൻ ആണവ മിസൈൽ പരീക്ഷണം ഒറ്റപ്പെട്ടതല്ല, മറ്റ് പലതിൻ്റെയും തുടർച്ചയാണ് എന്നാണ് ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. റഷ്യൻ സൈനികർക്ക് ചൈന നൽകുന്ന സൈനിക പരിശീലനം, റഷ്യയും ചൈനയും സംയുക്തമായി നടത്തിയ നാവിക അഭ്യാസം, ഇതെല്ലാം ഇറാനുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇങ്ങനെ ഇറാനുമായി ബന്ധപ്പെട്ട പുതിയ ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. വാർത്തകളുടെ ഉള്ളറിയാം. ആദ്യം ഇറാൻ നടത്തിയ അതിവേഗ നിർമ്മാണത്തെക്കുറിച്ച് പറയാം. അതിനുശേഷം ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇറാനും റഷ്യയും നടത്തുന്ന സംയുക്തമായ തന്ത്രപരമായ നീക്കങ്ങൾ നമുക്ക് പരിശോധിക്കാം. അമേരിക്ക ഏറ്റവും പുതിയ ആക്രമണങ്ങളിൽ ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ച് തകർത്ത പ്രധാന റെയിൽപാതയാണ് ഇറാൻ അതിവേഗത്തിൽ ശരിയാക്കിയെടുത്തത്. അലി ഖമനയുടെ ഖബറടക്കം നടക്കുന്നതിന് തൊട്ടു മുമ്പാണ് അമേരിക്ക വിശുദ്ധ നഗരമായ മഷ്ഹദിനെയും ടെഹ്റാനെയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റെയിൽപാത തകർത്തത്. മഷ്ഹദിലാണ് ഖമനയുടെ ഖബറടക്കം എന്നത് കണക്കിലെടുത്ത് തന്നെയായിരുന്നു ആക്രമണം. പക്ഷേ ഈ പാലം വെറും 13 മണിക്കൂർ കൊണ്ട് ഇറാൻ ശരിയാക്കിയെടുത്തു. ട്രെയിനും ഓടിച്ചു. അലി ഖമനയുടെ ഖബറടം കാണാൻ നിരവധി പേർ എത്താൻ സാധ്യതയുണ്ട് എന്നതുകൂടി കണക്കിലെടുത്താണ് ഇറാൻ അതിവേഗമായിട്ടുള്ള ഈ നീക്കം നടത്തിയത്. ആക്രമണത്തിൽ തകർന്ന മറ്റൊരു റെയിൽപാതയായ അക്ടഖേഖാൻ പാലത്തിന്റെ പണിയും പൂർത്തിയാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ ഭീഷണികൾക്കും ആക്രമണങ്ങൾക്കും മുന്നിൽ തങ്ങൾ തളരില്ല എന്നുള്ള ഇറാന്റെ പ്രായോഗിക മറുപടിയാണ് തകർന്ന പാലം ചടുലമായ നീക്കത്തിലൂടെ തുറന്നു നൽകിയതിലൂടെ തെളിയിച്ചതെന്ന് പ്രാദേശിക ഗവർണർ അലി അസ്കർ വ്യക്തമാക്കി. പൂർണ്ണമായും സ്വന്തം സാങ്കേതിക വിദ്യയും എഞ്ചിനീയറിംഗ് സംഘങ്ങളെയും ഉപയോഗിച്ചാണ് ഇറാൻ ഈ ദൗത്യം പൂർത്തിയാക്കിയത്. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രീ ഫാബ്രിക്കേറ്റഡ് ടെക്നോളജി ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. യുദ്ധ സാഹചര്യം മുന്നിൽ കണ്ട് ഇറാൻ മുൻകൂട്ടി തന്നെ പ്രധാന പാലങ്ങളുടെയും റെയിൽപാതകളുടെയും അളവുകൾക്കനുസരിച്ചുള്ള കോൺക്രീറ്റ് മെറ്റൽ ഭാഗങ്ങൾ നിർമ്മിച്ച് സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ ആക്രമണം നടന്ന ഉടനെ തന്നെ തകർന്ന ഭാഗം മുറിച്ചുമാറ്റി പകരം തയ്യാറാക്കി വെച്ചിരുന്ന പുതിയ ഭാഗം പുനഃസ്ഥാപിക്കുകയാണ് ഇറാൻ ചെയ്തത്. പാലങ്ങൾക്കും പാതകൾക്കും സമീപം തന്നെ അറ്റകുറ്റപ്പണിക്ക് വേണ്ട സാമഗ്രികളും ബദൽ ഭാഗങ്ങളും രഹസ്യമായി ഇറാൻ സൂക്ഷിച്ചിരുന്നു. ഇതിനെ ബ്രിഡ്ജ് റാപ്പിഡ് റീപ്ലേസ്മെന്റ് സിസ്റ്റം എന്നാണ് സൈനിക വൃത്തങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഇറാന്റെ റെയിൽവേ ഉദ്യോഗസ്ഥർക്കൊപ്പം ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വിദഗ്ധ എഞ്ചിനീയറിംഗ് വിഭാഗവും ചേർന്നാണ് ഈ ദൗത്യം അതിവേഗം പൂർത്തിയാക്കിയത്. അതായത് ഇറാനെ ഒന്നും തളർത്തുന്നില്ല എന്ന് സാരം. ഇനി ഇറാൻ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളിലേക്ക് പോയാൽ ഇറാൻ ട്രംപിന്റെ വാക്കും കരാറും ഒന്നും വിശ്വസിക്കുന്നില്ല. അവരുടെ ഈ അവിശ്വാസം നിരവധി അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലുമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഒന്നും നിർത്തിവെക്കുന്നില്ല എന്നാണ് നേരത്തെ തന്നെ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സമ്പുഷ്ടീകരിച്ച യുറേനിയം വലിയ തുരങ്കങ്ങൾക്കുള്ളിൽ കുഴിച്ചിട്ടതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇറാൻ തുടരുകയാണ് എന്നാണ് പുതിയ സൂചനകളും നൽകുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി ആണ് ഇറാനുമായി ബന്ധപ്പെട്ട പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ ശേഖരിച്ചത്. ഇത് പുറത്തുവിട്ടുകൊണ്ട് CNN റിപ്പോർട്ട് ചെയ്യുന്നത് ടെഹ്റാന് തെക്ക് കിഴക്കുള്ള പാർച്ചിൻ സൈനിക കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള ഒന്നിലധികം സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ്. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്ഫോടക വസ്തുക്കൾ ഇറാൻ സൂക്ഷിക്കുന്നത് പാർച്ചിൻ കേന്ദ്രത്തിലാണ് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്ഥലവുമാണ് ഇത്. ജൂൺ 22-നും ജൂലൈ 7-നും ഇടയിൽ പകർത്തിയ ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പാർച്ചിനിലെ താലിബാൻ 2 കേന്ദ്രത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതായി ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. ജൂൺ 21-ൽ എടുത്ത മറ്റൊരു ഉപഗ്രഹ ചിത്രം ഇസ്ഫഹാൻ അടുത്തുള്ള ഭൂഗർഭ ആണവ കേന്ദ്രമായ പിക്സ് ആക്സ് മൗണ്ടനിലെ തുരങ്കങ്ങളിലേക്ക് ട്രക്കുകളും
വാഹനങ്ങളും സഞ്ചരിക്കുന്നുവെന്ന് കാണിക്കുന്നു. കെർമാൻഷാ പോലെയുള്ള മിസൈൽ താവളങ്ങളിൽ പുതിയ നിർമ്മാണങ്ങൾ നടക്കുന്നതായും ടണൽ കവാടങ്ങൾ വൃത്തിയാക്കുന്നതായും ചിത്രങ്ങൾ കാണിക്കുന്നു. സമാധാന കരാറുമായി ബന്ധപ്പെട്ട ധാരണാപത്രം നിലനിൽക്കില്ല എന്ന് ട്രംപ് പറഞ്ഞതിനും അമേരിക്ക ആക്രമണം നടത്തിയതിനും പിന്നാലെയാണ് ഈ ചിത്രങ്ങൾ പുറത്തു വന്നത് എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഈ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടതിന് പിന്നിലും കൃത്യമായ അജണ്ടയുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. എന്നാൽ ഇറാന് അതിനേക്കാൾ വലിയ അജണ്ടയുണ്ടെന്നാണ് ചില അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത്. അതായത് ഉപഗ്രഹങ്ങൾ തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഇറാന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ഇറാൻ നടത്തിയെന്ന ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്ന കാര്യങ്ങൾ തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമാകാനാണ് വലിയ സാധ്യത. അങ്ങനെ പറയാൻ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, തങ്ങൾക്ക് മേൽ വീണ്ടും ഉപരോധങ്ങളോ ആക്രമണങ്ങളോ ഉണ്ടായാൽ അടങ്ങിയിരിക്കില്ല എന്നുള്ള സൂചന ഇറാൻ ഇതിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നു. 2, ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ ഇപ്പോഴും ശേഷിയുണ്ടെന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, ഉപഗ്രഹങ്ങൾക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അന്താരാഷ്ട്ര ഏജൻസികളുടെയും അമേരിക്കയുടെയും ശ്രദ്ധ തിരിച്ചുവിടുക. അതേസമയം ഉപഗ്രഹങ്ങളുടെ കണ്ണെത്താത്ത ഭൂഗർഭ കേന്ദ്രങ്ങളിലോ അതീവ രഹസ്യ സ്വഭാവമുള്ള സ്ഥലങ്ങളിലോ യഥാർത്ഥ ആണവ പ്രവർത്തനങ്ങൾ, ആണവ പദ്ധതികൾ നടത്തുക. ഇതെല്ലാം മുൻപും ഇറാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള തന്ത്രങ്ങളാണ്. ഇതിലൂടെ രാഷ്ട്രീയ വിലപേശൽ ശക്തി നിലനിർത്താനും സ്വന്തം ജനങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്താനും ഇറാന് കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്ന ചിത്രങ്ങൾ കേവലം ഇറാന്റെ ഒരു അശ്രദ്ധയുടെ ഫലമല്ല, മറിച്ച് കൃത്യമായ കണക്ക് കൂട്ടലിലൂടെയുള്ള ഇറാന്റെ ബുദ്ധിപൂർവമായ നീക്കമാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇനി റഷ്യ ഇറാന്റെ ആണവ പദ്ധതികൾക്ക് വേണ്ടി നടത്തുന്ന നീക്കങ്ങളെ വിശദമായി നോക്കാം. ആദ്യം ഇറാന്റെ ഏക ആണവ വാണിജ്യ നിലയമായ ബുഷഹറിന്റെ പശ്ചാത്തലം നമ്മൾ അറിഞ്ഞിരിക്കണം. റഷ്യൻ ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും 30 വർഷത്തിലധികമായി ഈ ബുഷഹറിൽ പ്രവർത്തിക്കുന്നുണ്ട്. 1995 ഇറാൻ റഷ്യയുമായി ചേർന്ന് കരാർ ഒപ്പിടുകയും റഷ്യൻ ശാസ്ത്രജ്ഞർ ബുഷഹർ നിലയത്തിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തത്. റഷ്യൻ സഹായത്തോടെ നിർമ്മിച്ച പശ്ചിമേഷ്യയിലെ ആദ്യത്തെ വാണിജ്യ ആണവ റിയാക്ടർ 2011 ഇവിടെ പ്രവർത്തനക്ഷമമായത്. 2013 പ്രവർത്തന ചുമതല റഷ്യ ഇറാന് കൈമാറുകയും ചെയ്തു. തുടർന്ന് 2014 ഇവിടെ 2 റിയാക്ടറുകൾ കൂടി നിർമ്മിക്കാൻ ഇരു രാജ്യങ്ങളും കരാറിലെത്തി. ഏകദേശം 700ഓളം റഷ്യൻ വിദഗ്ധർ ഇവിടെ ഇങ്ങനെ ജോലി ചെയ്തു വരികയായിരുന്നു. ഈ വർഷം അമേരിക്കയും ഇസ്രയേലും സൈനിക ആക്രമണം തുടങ്ങിയതിന് പിന്നാലെയാണ് റഷ്യൻ ആണവ ഏജൻസിയായ റൊസാറ്റം ബുഷഹറിൽ നിന്ന് ജീവനക്കാരെ ഒഴിപ്പിച്ചത്. ഇവിടേക്കാണ് സാങ്കേതിക സംഘത്തെ റഷ്യ തിരിച്ചയക്കുന്നത്. 6 പേർ അടങ്ങുന്ന സംഘത്തെ അയച്ചു കഴിഞ്ഞു എന്നാണ് റൊസാറ്റം CEO അലക്സി റിക്കാച്ചേവ് വ്യക്തമാക്കുന്നത്. കൂടുതൽ ജീവനക്കാരെ ഉടൻ അയക്കുമെന്നും അദ്ദേഹം അറിയിക്കുന്നു. ബുഷഹർ വൈദ്യുത ഉൽപ്പാദന ആവശ്യങ്ങൾക്കുള്ള ഒരു പ്ലാന്റാണ്. ഇവിടെ പരസ്യമായാണ് റഷ്യൻ ജീവനക്കാർ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇറാന്റെ മറ്റ് ആണവ കേന്ദ്രങ്ങളിൽ രഹസ്യമായിട്ടാണ് റഷ്യയുടെ പ്രവർത്തനം എന്നാണ് സൂചന. ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞർ റഷ്യയിലെ പ്രമുഖ ലാബുകൾ സന്ദർശിക്കാറുണ്ട്, സാങ്കേതിക വിദ്യകളിൽ സംയുക്ത ഗവേഷണങ്ങൾ നടത്താറുണ്ട്. മറ്റ് ആണവ കേന്ദ്രങ്ങളിലേക്ക് ആവശ്യമായ സാങ്കേതിക ഉപകരണങ്ങളും റിയാക്ടർ ഘടകങ്ങളും റഷ്യൻ കമ്പനികൾ ഇറാനിലേക്ക് കയറ്റി അയക്കാറുണ്ട്. ഇതെല്ലാം പരസ്യമായ രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ റഷ്യൻ ആണവ സംഘം വീണ്ടും ഇറാനിലേക്ക് വരുന്നത് ട്രംപിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. പുടിനും ഇറാനും കൃത്യമായ ലക്ഷ്യങ്ങളോടെ തന്നെയാണ് ഇത്തരം ഒരു നീക്കം നടത്തുന്നത്. ബുഷഹർ നിലയത്തിന് മനുഷ്യ കവചം തീർക്കുകയും ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് റഷ്യ ഈ പുതിയ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. റഷ്യൻ പൗരന്മാർ ഉള്ളപ്പോൾ ബുഷഹറിലേക്ക് ഇനി ആക്രമണം നടത്താൻ ഇസ്രയേലോ അമേരിക്കയോ തയ്യാറാകില്ല. അങ്ങനെ ചെയ്താൽ അത് റഷ്യയുടെ നേരിട്ടുള്ള ആക്രമണത്തിന് കാരണമാകും. അതുകൊണ്ട് ഇനി ബുഷഹർ തൊടാൻ നിൽക്കേണ്ട എന്നുള്ള സന്ദേശമാണ് പുടിൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനും നൽകുന്നത്. അതായത് ശീതയുദ്ധ സമയത്തിന് സമാനമായ അന്തരീക്ഷമാണ് റഷ്യ സൃഷ്ടിക്കുന്നത്. അമേരിക്കൻ വെടിനിർത്തൽ പ്രഖ്യാപനങ്ങളെ വിലക്കെടുക്കുന്നില്ല എന്നുള്ള പരസ്യ പ്രഖ്യാപനമാണ് റഷ്യ നടത്തുന്നത്. മാത്രമല്ല ഏത് യുദ്ധഭീഷണി നേരിടാനും ഇറാൻ സജ്ജമാണെന്ന റഷ്യയുടെ വിലയിരുത്തൽ കൂടിയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും റഷ്യൻ സംഘത്തിന്റെ വരവ് ഇറാന് കരുത്തു കൂട്ടുകയാണ് എന്ന് തന്നെ പറയാം. ഇനി ചൈന പസഫിക് മേഖലയിൽ നടത്തുന്ന ട്രംപിനെ കുഴപ്പിക്കുന്ന നീക്കങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. ജൂലൈ 6 ചൈന ദക്ഷിണ ചൈന കടലിൽ നിന്ന് പസഫിക് സമുദ്രത്തിലേക്ക് അന്തർവാഹിനി ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചത്. ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ. അതുമാത്രമല്ല ഈ മിസൈലിന് അമേരിക്കയിൽ വരെ എത്താനുള്ള ശേഷിയുണ്ട് എന്നതാണ് ട്രംപ് ഭരണകൂടത്തെ പേടിപ്പിക്കുന്നത്. അതായത് 10,000 കിലോമീറ്ററിനപ്പുറമാണ് ഇതിൻ്റെ ദൂരപരിധി. എന്നുവെച്ചാൽ ചൈനീസ് അന്തർവാഹിനിക്ക് സ്വന്തം സമുദ്ര അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അമേരിക്കയിലെ അലാസ്ക, ഹവായ്, ഗുവാം തുടങ്ങിയ സൈനിക താവളങ്ങളെ നേരിട്ട് ലക്ഷ്യമിടാം. ഇതെല്ലാം കൊണ്ട് തന്നെ ഈ മിസൈൽ പരീക്ഷണം അമേരിക്കയെയും അതിൻ്റെ സഖ്യകക്ഷികളെയും, അതായത് പസഫിക് മേഖലയിലെ സഖ്യകക്ഷികളെയും ലക്ഷ്യം വെച്ചുള്ള
ശക്തമായ സന്ദേശമായാണ് അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. റഷ്യയുമായി ചേർന്ന് നടക്കുന്ന സംയുക്ത നാവിക അഭ്യാസം നടത്തിയ ദിവസം തന്നെയാണ് ചൈന ഈ മിസൈലും പരീക്ഷിച്ചത് എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളൊന്നും ഒറ്റപ്പെട്ടതല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. മറിച്ച് റഷ്യ, ചൈന, ഇറാൻ സഖ്യം പാശ്ചാത്യ ശക്തികൾക്കെതിരെ നടത്തുന്ന ആസൂത്രിതമായ നീക്കങ്ങളുടെ ഭാഗമായി ഇതിനെ കൂട്ടി വായിക്കേണ്ടത് തന്നെയാണ്. ചൈന റഷ്യ ഇറാനെയും സംരക്ഷിക്കുന്നതിലൂടെ പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടക്കുന്ന ചേരിയുടെ ശക്തിയാണ് അത് കാണിക്കുന്നത്. ഇത് ഒരേ സമയം തന്ത്രപരമാണ്, അതേസമയം തന്നെ ദൂരവ്യാപകമായ ആഘാതങ്ങൾ സൃഷ്ടിക്കാൻ കരുത്തുള്ളതുമാണ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യുക. മറ്റൊരു സിംപിളി ഇൻ ഡെപ്ത് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.